ഹായ് ഗൈസ്, നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ലേറ്റസ്റ്റ് ആയി പുറത്തിറക്കിയ സാംസങ് S25 എഡ്ജിനെ പറ്റിയാണ്. ഈ ഫോണിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന 98% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എല്ലാവരും ചേർന്ന് എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ ശ്രമിക്കുക. നമുക്ക് കൂടുതൽ സമയം വീഡിയോയിലോട്ട് പോകാം. ഈ ഫോണിൽ ടൈറ്റാനിയം സിൽവർ, ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക്, ടൈറ്റാനിയം ഐസി ബ്ലൂ എന്ന് പറയുന്ന 3 കളേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ഇതാണ്. 5.8 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ലിമ്മസ്റ്റ് ഫോണാണ്. അതിനോടൊപ്പം IP68 റേറ്റിംഗും കോണിംഗ് ഗോറില്ല ഗ്ലാസ് സെറാമിക് 2ന്റെ പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 120 ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന 6.7 ഇഞ്ച് വരുന്ന ക്വാഡ് HD+ ഡൈനാമിക് അമോലഡ് 2H ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2600 പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3900 mAh ബാറ്ററിയോടൊപ്പം 25 വാട്ടിന്റെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 200 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഫ്രണ്ടിൽ 12 മെഗാപിക്സലിന്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഇതിൽ 8K വീഡിയോയെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Elite 4 ഗാലക്സി എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ LPDDR5H റാമും UFS 4.0 സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിൽ One UI 7 ബേസ് ഡോട്ട് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. Wi-Fi 7 വരുന്നുണ്ട്. ഇതിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 163 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഈ ഫോണിന്റെ പ്രൈസിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 1,09,999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ ഫോണിന്റെ പ്രീ ഓർഡർ തുടങ്ങിയിട്ടുണ്ട്. പ്രീ ഓർഡർ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ അന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.